നമസ്കാരം. മനുഷ്യർ പലതരമുണ്ട്. ഓരോരുത്തർക്കും ഓരോ സ്വത്വവും. നിറത്തിൻ്റെയും ജാതിയുടെയും അഴകിൻ്റെയും ഒക്കെ അളവുകോൽ വെച്ച് അത് അളക്കാൻ രണ്ടാമതൊരാളെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഒരു താരത്തിൻ്റെ വിവാഹത്തിന് പിന്നാലെ അവർക്ക് നേരിടേണ്ടി വന്ന സൈബർ ബുള്ളിയിങ്ങും ഭർത്താവിന് നേരിടേണ്ടി വന്ന ബോഡി ഷെയ്മിങ്ങും ചെറുതല്ല. ഫലപ്രദമായി വിനിയോഗിച്ചാൽ സോഷ്യൽ മീഡിയ സാധ്യതകളുടെ കലവറയാണ്, മറിച്ചായാൽ അശ്ലീലതയുടെയും. ഇന്ന് കടുപ്പം കുറച്ച് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. ചർച്ചയിൽ നമ്മോടൊപ്പം കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് കലാമോഹനുണ്ട്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിതിൻ AF ഉണ്ട്. സ്വാഗതം കടുപ്പം കുറച്ചിലേക്ക്. ശ്രീ നിതിൻ, ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ എല്ലാവിധ സ്വാതന്ത്ര്യവും ഈ പറയുന്ന താരത്തിന് ഉണ്ട്. താരത്തിന് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ ജീവിതം എങ്ങനെ ആവണം എന്ന് തിരഞ്ഞെടുക്കുന്നതും നമ്മൾ എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നതും നമ്മൾ മാത്രമാണ്. പക്ഷേ ഈ വിവാഹത്തിന് പിന്നാലെ അവർക്ക് നേരിടേണ്ടി വന്ന ബോഡി ഷെയ്മിങ് ചെറുതൊന്നുമല്ല. വളരെ ക്രൂരമായ ഭാഷയിലാണ് അവരുടെ ഭർത്താവിന് നേരെ ഈ ഇത്തരം ബോഡി ഷെയ്മിങ് കമൻറ്റുകൾ വരുന്നത്. ഒരു താരത്തിൻ്റെ ഭർത്താവായതുകൊണ്ട് മാത്രമാണോ ഇത്തരം ക്രൂരമായ ഭാഷയിൽ ഇങ്ങനെ ബോഡി ഷെയ്മിങ് കമൻറ്റുകൾ വരുന്നത്? ഈ മലയാളി ഓരോ ദിവസവും പിന്നോട്ടാണോ സഞ്ചരിക്കുന്നത്? എന്താണ് മലയാളിയുടെ ഒരു മനോഭാവം? ഇതൊക്കെ തമാശയാണോ? ഈ ഇത്തരം ബോഡി ഷെയ്മിങ്ങുകൾ മലയാളി അങ്ങനെയാണോ കാണുന്നത്? അല്ല, അതൊരു താരമായതുകൊണ്ട് മാത്രമല്ല. നമ്മുടെ സൊസൈറ്റിയിൽ ഇതുപോലുള്ള പല കമന്റുകളും മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പണ്ട് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നേരിട്ടാണ് ഇത്തരത്തിലുള്ള കമന്റുകളൊക്കെ പാസ്സാക്കിയിരുന്നത്. അല്ലെങ്കിൽ ഇൻസൾട്ടിങ് ആയിട്ടുള്ള വേർഡ് യൂസ് ചെയ്ത് വിളിക്കുക, ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുക. അപ്പൊ അത് പണ്ടും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് താരമായതുകൊണ്ട് അത് കൂടുതൽ പബ്ലിസിറ്റി ഡിസ്കഷനിലേക്കും അല്ലെങ്കിൽ പബ്ലിക് ഡിസ്കോഴ്സിലേക്കും അത് വരുന്നു എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. പക്ഷെ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം നേരത്തെ ഈ ഡിസ്കഷന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ ആവിർഭാവത്തിന് ശേഷം ഇത് വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ട് മാറി എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് നമ്മുടെ കേരളത്തിന്റെ മാത്രം സൊസൈറ്റിയുടെ ഒരു ചേഞ്ച് ആയിട്ടല്ല ഞാൻ കാണുന്നത്. ഇന്റർനാഷണലി തന്നെ മറ്റ് പല സൊസൈറ്റികളും മറ്റ് പല കൾച്ചറുകളും എടുത്തു നോക്കിയാൽ ഇപ്പൊ നമുക്ക് ഒരാളുമായിട്ടൊരു ഡിഫറൻസ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ പോലും ആ ആശയത്തെ കൺഫ്രണ്ട് ചെയ്യാതെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തെ ടാർണിഷ് ചെയ്യുന്ന രീതിയിലാണ് പലപ്പോഴും ആൾക്കാർ ഇടപെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോ ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഇങ്ങനെയുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇത് സൈക്കോളജിക്കലി നമ്മൾ അതിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ക്ലസ്റ്റർ 2 പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലാണ് അത് പെടുക. അപ്പോ അതൊരു നാർസിസ്റ്റിക് ഫീച്ചേഴ്സും അല്ലെങ്കിൽ ഒരു ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റിയുടെ ഒരു കമ്പൈൻഡ് ഫോം ആയിട്ട് നമുക്ക് അതിനെ വിലയിരുത്തേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ വരുന്നതിനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റികൾക്കൊക്കെ തന്നെ മുമ്പ് കുറേയൊക്കെ ഒരു ഇൻഹിബിഷൻ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോഴാണെങ്കിൽ പോലും നേരിട്ട് ഇത്തരത്തിലുള്ള കമന്റുകൾ പാസ്സാക്കുമ്പോൾ പലരും അല്ലെങ്കിൽ പലപ്പോഴും മടിക്കും. പക്ഷെ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം അവർക്ക് ഒരു എന്താ പറയുക, കൈ നനയാതെ മീൻ പിടിക്കാൻ കിട്ടിയ ഒരു അവസരം പോലെയാണ് പലരും കാണുന്നത്. അങ്ങനെ വന്നിട്ട് പലരും ഫേക്ക് ഐഡന്റിറ്റിയിൽ, ഇല്ലാത്ത ഐഡന്റിറ്റിയിൽ വേറൊരാളെ ടാർണിഷ് ചെയ്ത് ഇൻസൾട്ട് ചെയ്തിട്ട് അതിനകത്ത് ഒരു പ്ലഷറും പോസിറ്റീവ് ഫീലിംഗും കണ്ടെത്തുന്ന കുറെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് ഒരു സൈക്കോപാത്തിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ്. അപ്പം ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ളവർക്ക് ഒരു സേഫ് ഹെവൻ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചിട്ട് കാര്യമില്ല. അവർക്ക് പല രീതിയിലുള്ള ഐഡന്റിറ്റിയിലായിരിക്കും അവർ വരിക. ചിലർക്ക് അവരുടെ ഫേസ് പോലും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ പലർക്കും അവരുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി പോലും ഉണ്ടാവില്ല. ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള കമന്റുകളൊക്കെ വരുന്നത് അവരുടെ ഒരു ഫേസ് പോലും ഉണ്ടാവില്ല. അപ്പൊ അത്തരത്തില് കമന്റുകൾ ഒളിഞ്ഞിരുന്ന് പാസ്സാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ മറ്റു ആൾക്കാരുടെ ഇടയിലേക്ക് പാസ് ചെയ്തിട്ട് അതിനകത്തൊരു ഹരം കൊള്ളുന്ന ആൾക്കാരെ നമുക്ക് ഈ ഗണത്തിൽ പെടുത്താൻ പറ്റും. അത് മുൻപും ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒളിച്ചിരുന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉള്ളൊരു അവസരം ഇപ്പോൾ വളരെ കൂടുതലാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ ഫേക്ക് ഐഡന്റിറ്റി ഉണ്ടാക്കുന്നതും ഈ സൈക്കോപാത്തുകൾ ആണ് കൂടുതലായിട്ടും എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ഐഡന്റിറ്റികൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് വഴി അവരുടെ ഒരു ക്രെഡിബിലിറ്റിയോ സോഷ്യൽ സ്റ്റാറ്റസിനെയോ ബാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ കൾച്ചറിൽ, ഒരാൾ ഒരു ഈവിൾ ആയിട്ടുള്ള ഒരു ആക്ട് അല്ലെങ്കിൽ ഒരു റോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യലി ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതിന് ഇൻഹിബിറ്ററി ഫോഴ്സ് ആയിട്ട്
ആക്ട് ചെയ്യുന്ന ഒരു മേജർ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആണ്. ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ മറ്റു ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു സോഷ്യൽ സ്റ്റാറ്റസിന്റെ അല്ലെങ്കിൽ ക്രെഡിബിലിറ്റിയുടെ ഒരു ഫാക്ടറാണ്. അപ്പോ ഈ ക്രെഡിബിലിറ്റിയോ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസോ ഒന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും ഇത് കൂടുതലും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികളിലേക്ക് ഇൻവോൾവ് ആവുന്നത്. അങ്ങനെ ഉള്ളവര് തീർച്ചയായും തിരിച്ചു വരാം. ഐഡന്റിറ്റി നമ്മളിപ്പം ശ്രീമതി കലയുണ്ട്. ശ്രീമതി കല ഒരുപാട് തവണ ഇത്തരത്തിലുള്ള ബോഡി ഷെയ്മിങ്ങുകൾക്കും ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കുകൾക്കും വിധേയമായിട്ടുള്ള ഒരാൾ കൂടിയാണ് കല. ഇപ്പോൾ നിതിൻ പറഞ്ഞ പോലെ ഇത്തരം ഫേക്ക് ഐഡന്റിറ്റികളിൽ നിന്നാണോ ഒരുപാട് കമന്റുകൾ ഇങ്ങനെ വരുന്ന എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫേക്ക് ഐഡന്റിറ്റികളാണോ? അത്തരം അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാമോ? എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ എല്ലാ സമൂഹത്തിന്റെ എല്ലാ തട്ടിലും ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഇൻലോസ് ചെന്ന് കയറുന്ന പെൺകുട്ടി വീട്ടിൽ ചെന്ന് അവരുടെ മകൻ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും കല്യാണം കഴിക്കുന്നത്. പക്ഷെ ആ വീട്ടിലോട്ട് ചെന്ന് കയറുമ്പോ അവൾക്ക് ചിലപ്പോൾ നിറം കുറവായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പം ബാക്കി സ്ത്രീകളെല്ലാം കൂടി വളരെ ചിരിച്ചുകൊണ്ട് എവിടുന്ന് കിട്ടി ഇതിനെ, അല്ലെങ്കിൽ നിറം കുറവാണല്ലോ, ചുണ്ട് കറുപ്പാണല്ലോ, ഇങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ ബോഡി ഷേമിങ് അല്ലേ? അതൊക്കെ പണ്ട് തൊട്ടേ ഉള്ള കാര്യങ്ങളാണ് അല്ലേ? പണ്ട് തൊട്ടേ ഉള്ള കാര്യങ്ങളാണ് ഇത്. അപ്പം അവരെല്ലാം നമുക്ക് ഈ പറഞ്ഞ ഫേക്ക് ഐഡന്റിറ്റി ഉള്ള അവർക്കുള്ള അത്രയും ധൈര്യം, അവർക്കാണ് അധികവും ധൈര്യമുള്ളത്. നേരിട്ട് പറയുന്ന ആളുകൾ എല്ലാ വിഭാഗത്തിലും ഉണ്ട്. സ്കൂൾസിലില്ലേ കുട്ടികളെ, കൊച്ചു കുട്ടികളെ അവരെ പിന്നെ ഇപ്പോ എനിക്ക് തന്നെ വ്യക്തിപരമായ അനുഭവം ഉണ്ട്. നമ്മള് ബാൻഡ്, ഞങ്ങളുടെ സ്കൂളിൽ പണ്ട് ബാൻഡ് ഉണ്ടായിരുന്നു. ബാൻഡിന് ചേരാനായിട്ട് ചെല്ലുമ്പോ ഞങ്ങളുടെ സിസ്റ്ററും അവിടെ ബാൻഡ് സാറും നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, നിങ്ങളുടെ ക്ലാസ്സിൽ ബാൻഡിന് ചേരാൻ താല്പര്യമുള്ള കുട്ടികൾ ഉണ്ടോ? അപ്പൊ പെട്ടെന്ന് ഞാൻ കുട്ടിയാണ്, അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷത്തോടെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ആ സാർ ഇങ്ങനെ എടുത്തു പറയാണ്, അതായത് കാണാൻ കൊള്ളാവുന്ന കുട്ടികളെ എടുത്ത് പറയാം. അപ്പൊ പക്ഷെ പെട്ടെന്ന് സിസ്റ്റർ പെട്ടെന്ന് അത് ഇടപെട്ടു, നിങ്ങൾ എന്ത് വർത്താനം ഈ പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ സ്കൂളിലുണ്ട്, കോളേജിലുണ്ട് കുറച്ച്. ഇപ്പം നമ്മൾ എന്ത് ആണെങ്കിലും നമ്മൾ എന്താ പറയുന്നത്, കറുപ്പാണെങ്കിലും കാണാൻ നല്ലതാണ്, കറുപ്പാണെങ്കിലും കാണാൻ നല്ലതാണ്. അപ്പം ആ ഒരു സംഭവത്തിനെ വെച്ചിട്ട് നമുക്ക് കുറച്ച് കറുത്തവരാണെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് പേരിടുക, ഇങ്ങനെയൊക്കെ ഉള്ള പ്രവണത ഒരാളിൽ ഉണ്ടാക്കുന്ന ട്രോമ എന്ന് പറഞ്ഞാൽ വലുതാണ്. ചില ട്രോമാസ് മാറില്ല. അപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ കുറച്ച് തടിയുള്ള ആളാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഒക്കെ ഇടുവാണെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പൊ ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്. സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ കൗൺസിലിംഗിനകത്തില് നമ്മൾ സെക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട്, അതിനകത്തില് ചില കേസിൽ അതിപ്പോ പീഡന കേസ് എടുക്കുമ്പോൾ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പോസ്റ്റിൽ ഉൾപ്പെടുത്താറുണ്ട്. പീഡന കേസിൽ ചില എന്താണ് അബ്യൂസ്മെന്റ് എന്നുള്ള ചിലപ്പം വിശാലമായിട്ട് എഴുതേണ്ട ഒരു പോസ്റ്റ് ആണെങ്കിൽ അതിനകത്തിൽ വരും. അപ്പൊ കുറച്ച് തടിച്ച ഒരു സ്ത്രീ ആണെങ്കിൽ ഉടനെ അതിന് താഴെ വരുന്ന കമന്റ്സ്, എന്റെ പ്രൊഫഷൻ ഒന്നും അവിടെ ബാധകമേ അല്ല, പ്രൊഫഷനെ തടിയാണ് എങ്കിൽ ഇങ്ങനെയാണ്, തടിച്ച സ്ത്രീകൾക്ക് ഇന്ന ഇതാണ് എന്ന് അവരങ്ങ് നിശ്ചയിച്ച് കഴിയും, അവരങ്ങ് തീരുമാനിച്ചെടുക്കും. അപ്പൊ ഇതൊന്നും ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയ വരുമ്പോഴല്ല, എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ താല്പര്യമില്ലാത്ത വിവാഹമാണെങ്കിൽ മിക്ക കുടുംബ കേസിലെടുത്ത് നോക്ക്, അത് ചമ്മല് കാരണം പല സ്ത്രീകളും പുറത്തു പറയില്ല. മകൻ ഇഷ്ടപ്പെട്ട കുട്ടിയായിരിക്കും. അപ്പൊ അവിടെ തന്നെ ആദ്യത്തെ ഒരു ഇത് വന്നു കഴിഞ്ഞു, എന്റെ മോൻ എനിക്കിഷ്ടമല്ലാത്ത, അല്ലെങ്കിൽ അവന് എന്നെക്കാളും കൂടുതൽ ഇഷ്ടമുള്ള കുട്ടിയോ. അപ്പൊ ആ ഒരു സംഭവം പിന്നെ ഇരുന്നൊരു ഗ്രൂപ്പിൽ വരുമ്പോഴത്തേക്ക് ആ കുട്ടി കേക്കേണ്ടി വരുന്ന ഇതാണ്, എന്റെ കുടുംബത്തെ എല്ലാവർക്കും നിറമുണ്ടല്ലോ, എന്താ ഇയാള് മാത്രം കറുത്തുപോയേ? ഇങ്ങനെയൊക്കെ ഉള്ള ട്രോമാസ് ഇപ്പം അമ്മായിമ്മ പോരോ അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ടുള്ള അല്ലാത്ത പോരോ എന്നൊക്കെ പറഞ്ഞ സ്ത്രീധനം സ്വർണം മാത്രമല്ല, ഇങ്ങനെയുള്ള അബ്യൂസ്മെന്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ട്രോമയുണ്ട്. ഇത് വളരെ വലിയതാണ്. അതൊന്നും ചില ട്രോമാസ് മാറില്ല. തീർച്ചയായും നമുക്ക് തിരിച്ചു വരാം. ശ്രീ നിതിൻ, ഇത്തരത്തിൽ നേരിട്ട് പറയുന്നവരുണ്ട്, അല്ലാതെ പറയുന്നുണ്ട്. അവരോടൊക്കെ നിങ്ങൾ ബോഡി ഷെയ്മിങ് ചെയ്യുകയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, എന്ത് ബോഡി ഷെയ്മിങ് ആ, ഇത് സത്യമല്ലേ പറയുന്നത്? ഇപ്പൊ കറുത്തിരിക്കുന്നു അല്ലെങ്കിൽ തടിച്ചിരിക്കുന്നു മെലിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് സത്യമല്ലേ പറയുന്നത്? അതിലെന്താ ബോഡി ഷെയ്മിങ് എന്ന് തിരിച്ചു ചോദിച്ച് അതിനെ ന്യായീകരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരുടെ ഒരു മാനസികാവസ്ഥ എന്താണ്, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്? ആക്ച്വലി നമുക്ക് വാല്യൂ സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ആക്ച്വലി ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഇതിന്റെ എണ്ണം കൂടി എന്നാണ്, അല്ലാതെ അതിനു മുമ്പ് ഈ ബോഡി ഷെയ്മിങ്ങും ബുള്ളിങ്ങും ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളതല്ല.
എനിവേ ഇപ്പൊ ഒരു ആളെ വാല്യൂ ചെയ്യുന്നതിനകത്ത് അവരുടെ ക്യാരക്ടറിന് വളരെയധികം ഇമ്പോർട്ടന്റ് ഉണ്ട്. എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത് അവരുടെ ലൈഫ്. ആക്ച്വലി അതാണ് ഒരാളുടെ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിന് കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ നമ്മുടെ നാട്ടിലെ പോസ്റ്റ് മോഡേൺ കാലഘട്ടത്തിൽ ഈ സോ കാൾഡ് ഈ സ്യൂഡോ പ്രോഗ്രസീവ്സ് ഒക്കെ വന്നതിന് ശേഷം ഈ മോറൽ വാല്യൂസിനൊന്നും പ്രത്യേകിച്ച് ഒരു പ്രാധാന്യം ആരും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കണ്ടക്ട് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഒരു രീതിയിലും വാല്യൂ ചെയ്യപ്പെടുന്നില്ല. അപ്പൊ യഥാർത്ഥത്തില് കളറും അല്ലെങ്കിൽ ബോഡി നേച്ചർ എന്നുള്ളതിനേക്കാൾ ഉപരി അവരുടെ ലൈഫിൻ്റെതായിട്ടുള്ള ഒരു ക്യാരക്ടറിനും എങ്ങനെയാണ് ഈ ലോകത്ത് ലൈഫ് കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ളതിനും ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അതിന് വാല്യൂ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അല്ലാതെ ഇപ്പൊ ഒരാള് ബോഡി ഷെയിം ചെയ്തു അല്ലെങ്കിൽ അത്തരത്തിൽ പറഞ്ഞു എന്ന് വിചാരിച്ച് നമുക്ക് ഈ സൊസൈറ്റിയെ മൊത്തത്തിൽ മാറ്റാനോ അല്ലെങ്കിൽ മാറ്റിമറിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, നമ്മളെ അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ച് നമ്മളെ തന്നെ വിക്ടിമൈസ് ചെയ്തുകൊണ്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒരു തരത്തിലും നമ്മളെ ഹെൽപ്പ് ചെയ്യത്തില്ല. അപ്പോ നമുക്ക് റിസൈലൻസ് കപ്പാസിറ്റിയോടുകൂടെ തന്നെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് വെറുതെ ഇങ്ങനെ സംസാരിച്ച് എല്ലാവരും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് വിക്ടിമൈസ് ചെയ്യുന്നത് ഒരു തരത്തിലും ഒരു വിക്ടിമിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോ അതിനെ നെഗ്ലക്ട് ചെയ്യേണ്ട കാര്യങ്ങളെ നെഗ്ലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിൻ്റെതായിട്ടുള്ള മോറൽ വാല്യൂസും ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ, എന്റെ ഈ ലോകത്തിലെ ഒരു സിഗ്നിഫിക്കൻസും മീനിങ്ങും എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനകത്ത് ഓറിയന്റ് ചെയ്ത് ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഓപ്ഷൻ. അല്ലാതെ ഇത്തരത്തിൽ അതിനൊരു തലമുണ്ട്. ആ ഒരു തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾക്ക് നമ്മൾ കുറെ ലോകം കണ്ട് നമുക്ക് കുറച്ച് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പിന്നെ സാർ ഈ പറയുന്ന കാര്യങ്ങൾ എളുപ്പമാണ്. പക്ഷേ സാധാരണക്കാരെ ഇപ്പൊ ഈ ഒരു സ്കൂളിലെ തലത്തിലോ ഉള്ള കുട്ടികളോ അല്ലെങ്കിൽ കോളേജിലുള്ളതോ അല്ലെങ്കിൽ അധികം ലോകം കണ്ടിട്ടില്ല ഒരുപാട് തിക്താനുഭവങ്ങൾ ഇല്ലാത്ത സ്ത്രീകളോ അവരുടെ പേഴ്സണാലിറ്റിയാണ് ഇതിനെയൊക്കെ എങ്ങനെ നമ്മൾ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ കുറേ അടിച്ചമർത്തി അല്ലെങ്കിൽ കുറേ പ്രശ്നങ്ങളിലൂടെ കടന്നു വന്ന ഒരാൾക്ക് ഇപ്പം ഈ ഒരു ഇപ്പം ഒരു താരദമ്പതികളുടെ ഒരു ഇത് എനിക്കത് വളരെ കഷ്ടമായിട്ട് തോന്നി. ഇനി എത്ര ഇതെന്നൊക്കെ പറഞ്ഞാലും ആ പയ്യൻ അതൊരു വിഷയമേ അല്ലെങ്കിൽ ആ കുട്ടിക്ക് അതൊരു വിഷയമേ അല്ല എന്ന് പറഞ്ഞാലും ഏതെങ്കിലുമൊക്കെ ഒരു നിമിഷമെങ്കിലും അവനവന്റെ മനസ്സിൽ നമ്മൾ പുറമെ കാണിച്ചില്ലെങ്കിൽ ഉള്ളിൽ നോവില്ലേ? പക്ഷെ എങ്ങനെയാണ് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ ഇങ്ങനെ കൊല്ലാൻ പറ്റുന്നത്, ഇങ്ങനെ പറഞ്ഞിട്ട് കൊല്ലാൻ പറ്റുന്നത്? അപ്പൊ അതിനെ അതിജീവിക്കണം, നമ്മളത് നെഗ്ലക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ സാധാരണ മനുഷ്യന് പച്ചയായിട്ടുള്ള മനസ്സുള്ള മനുഷ്യർക്ക് അങ്ങനെ നമ്മൾ എത്ര മുതിർന്നാലും എത്ര അനുഭവങ്ങളിൽ കൂടെ പോയാലും കൈ മുറിഞ്ഞാൽ നോമ്പ് രക്തം വരുമെങ്കിൽ ഇത്ര മുന്നോട്ട് പോയാലും നമ്മൾ അതിനെ മറികടക്കും, അതിജീവിക്കും എന്നല്ലാണ്ട് മുറിയാതിരിക്കില്ല, ഹൃദയം മുറിയാതിരിക്കില്ല. തീർച്ചയായും അത് തന്നെയാണ്. ഈ ഇത്തരം ബോഡി ഷെയ്മിംഗ് ഒന്നും തമാശയല്ല, അത് അനുഭവിക്കുന്നവർക്ക് അത് വലിയ വേദന തന്നെയാണ്. അപ്പം ഏത് ലെവലിലാണ് നമ്മൾ ഇവരെ ബോധവൽക്കരണം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, അതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഇപ്പം ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളതാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിയമം വരണം, കമന്റ്സ് ഇടുന്നതിനുള്ള നിയമം വരണം. എത്ര പേര് ഡിപ്രഷനിലാവുന്നുണ്ടെന്നറിയോ? ഒരൊറ്റ കമന്റിൽ ഡിപ്രഷൻ ആവുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മളത് അവരടുത്ത് പറയുമ്പോഴും അവർ പറയാൻ എളുപ്പമാണ്, അനുഭവിക്കുന്ന നമുക്ക് അത് കറക്റ്റാണ്. പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്, അനുഭവിക്കുന്നവർക്ക് അതിന്റെ ആഴം അറിയത്തുള്ളൂ. അത് അവനവൻ തന്നെ കുറെ നാള് കഴിഞ്ഞിട്ട് അതിനെ പോപ്പപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പൊ അതിനൊക്കെ നിയമം വേണം. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആരെന്ത് ചെയ്താലും അതിന് നിയമമില്ല. ഇപ്പം ചില ഫിലിംസിലൊക്കെ നമ്മള് എന്താ പറയാ, അവനവൻ തന്നെ സ്വയം മോശമാക്കി അതൊരു ഇതായിട്ട് കൊണ്ടുവരുന്ന നടന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്തിൽ അവർക്ക് ഒരു ഗെയിൻ ഉണ്ട്, അവർക്കൊരു എന്താ പറയാ സിനിമ ഹിറ്റ് ആവണം എന്നൊക്കെ ഉള്ളൊരു സംഭവമുണ്ട്. എന്നിരുന്നാൽ പോലും ഞാൻ അതിനെ ഒട്ടും യോജിക്കുന്ന ഒരാളല്ല. നമ്മളുടെ അപ്പിയറൻസിനെ നമ്മൾ തന്നെ അത് ഹാസ്യമാക്കി കൊണ്ടുവന്ന് എത്ര വലിയ എന്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ പിന്നിലുണ്ടെങ്കിൽ പോലും
തീർച്ചയായും ശ്രീ നിതിൻ, പലപ്പോഴും ഇത്തരത്തിൽ റിയാലിറ്റി ഷോകളിലായിക്കോട്ടെ, സിനിമകളിലായിക്കോട്ടെ, പൊതുവേദികളിൽ രാഷ്ട്രീയക്കാരുൾപ്പെടെയുള്ള നേതാക്കളായിക്കോട്ടെ ഇത്തരം ബോഡി ഷെയ്മിങ്ങുകൾ അതൊരു വിഷയമല്ല എന്ന രീതിയിൽ കൊണ്ടുവന്ന് പലപ്പോഴും കയ്യടി നേടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇവരെ അല്ലേ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? കാരണം ഇവരെ മാതൃകയാക്കുന്ന ഒരു വലിയ തലമുറ ഇനി വരാനിരിക്കുന്നുണ്ട്, ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവരെ അല്ലേ നമ്മൾ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? പക്ഷെ ഇതിനകത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാക്ടിക്കലി ഏതാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും പറയാം, എന്റെ ആഗ്രഹം അതാണ്, സൊസൈറ്റി ബെറ്റർ ആവണം, അല്ലെങ്കിൽ മറ്റുള്ളവർ ചേഞ്ച് ചെയ്യണം, അപ്പൊ എനിക്ക് കുറെ കൂടെ ബെറ്റർ ആയിട്ട് ഈ ലോകത്ത് ലൈഫ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. എന്റെ ആഗ്രഹം അതാണ്. പക്ഷെ നമുക്ക് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ട് കാര്യമില്ല. നമുക്ക് എങ്ങനെ നമ്മൾ ഓരോരുത്തരും അവരവർ ഈ ലോകത്ത് ലൈഫിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സ്ട്രാറ്റജി. ഇപ്പൊ നിയമത്തിന്റെ കാര്യം പറഞ്ഞു, എന്തോരം നിയമങ്ങളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിയമങ്ങളും അതിന്റെ അമെന്റ്മെന്റുകളും ഉള്ള നാട്ടിലാണ് നമ്മൾ. ഇത്രയും നിയമങ്ങൾ ലോകത്ത് വേറെ എവിടെ ഏത് രാജ്യത്തുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു വ്യക്തി ഏറ്റവും മെച്യൂരിറ്റി വരിക എപ്പോഴാന്ന് വെച്ചാൽ ഈ വേൾഡിൽ അവരുടെ ലൈഫ് ഫുള്ളി ഫങ്ഷനിങ് ആയിട്ട് കൊണ്ടുവരാൻ കഴിയുമ്പോഴാണ്. നമുക്ക് ഈ ലോകത്ത് ആരെയും മാറ്റാൻ കഴിയില്ല, നമുക്ക് ആകെ കൂടെ മാറ്റാൻ പറ്റുന്നത് നമ്മളെ മാത്രമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ആദ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു റിസൈലന്റ് കപ്പാസിറ്റി ബിൽഡ് ചെയ്യുന്നതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. അല്ലാത്തടത്തോളം കാലം നമ്മൾ എപ്പോഴും ഈ ലോകത്തെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. ഒരു ചേഞ്ചും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, നമുക്കും ഒരു ചേഞ്ച് ആവാൻ കഴിയില്ല എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. ഞാൻ എപ്പോഴും ഒരു ലോജിക്കലായിട്ട് അല്ലെങ്കിൽ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചാണ് കൂടുതലും ചിന്തിക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്ത പ്രയോജനമുള്ളത്. അപ്പോ നമുക്ക് മറ്റുള്ളവരെ, ഈ പൊളിറ്റീഷ്യൻസിനെ, സെലിബ്രിറ്റീസിനെ, അവരെയൊക്കെ മാറ്റണം അല്ലെ അവര് മാറണം എന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ അത് മാറുമോ? നമ്മൾ എത്ര പറഞ്ഞാൽ മാറും? അതുകൊണ്ട് മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മൾ മാറുകയും നമ്മൾ ഈ ടഫായിട്ടുള്ള വേൾഡില് ലൈഫ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി. അല്ലാത്തിടത്തോളം കാലം നമുക്കൊരു ഉട്ടോപ്പിയ പോലത്തെ ഒരു വേൾഡ് വരും അങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് വിചാരിച്ച് നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ വേണം, ലോ എൻഫോഴ്സ്മെന്റ് സംവിധാനങ്ങൾ വേണം. അതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മളൊരു റിസൈലൻസ് കപ്പാസിറ്റി ബിൽഡ് ചെയ്യുകയും നെഗ്ലക്ട് ചെയ്യേണ്ട കാര്യങ്ങളെ നെഗ്ലക്ട് ചെയ്ത് ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടടുത്ത് ഫൈറ്റ് ചെയ്യണം. അല്ലാതെ ഒരിക്കലും നമ്മൾ വിക്ടിമൈസ് ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല. ഇപ്പൊ ഒരു വിക്ടിമൈസർ നറേറ്റീവ് ആണ് നമ്മുടെ സൊസൈറ്റിയിൽ സെറ്റ് ചെയ്യപ്പെടുന്ന പല നോഷൻസ് നോക്കിയാൽ നമുക്കത് കാണാനായിട്ട് കഴിയും. അത് ഒരിക്കലും ഇൻഡിവിജ്വൽ ലൈഫിനാകട്ടെ സൊസൈറ്റി കളക്റ്റീവായിട്ടാകട്ടെ ഹെൽപ്പ് ചെയ്യുന്നതല്ല എന്നുള്ളത് മാത്രം ഹെൽപ്പ് ചെയ്യുന്നതല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. അത് വെറുതെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടായിട്ട് നമുക്ക് ഇങ്ങനെ പറയാമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഒരാളെ റിയലി നമുക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ആളുടെ ഉള്ളിൽ നിന്നുള്ള ഒരു റിസൈലൻസ് കപ്പാസിറ്റി ബിൽഡ് ചെയ്താൽ മാത്രമേ ഈ ലോകത്ത് ആ വ്യക്തി ജീവിക്കാൻ വേണ്ടിയിട്ട് ഫിറ്റ് ആവൂ എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. കോമൺ സെൻസ് ചിന്തിക്കുന്ന എല്ലാ ആൾക്കാർക്കും അത് മനസ്സിലാവും. പ്രാക്ടിക്കലി നമുക്ക് ഈ ലോകത്ത് ലൈഫ് കണ്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ആർട്ടിക്കിളുകളിലും വീഡിയോകളിലും പ്രസംഗത്തിലും മാത്രം നമുക്ക് ഈ പറഞ്ഞ് കയ്യടി നേടുന്നത് മാത്രമല്ല ലൈഫ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സൊസൈറ്റി ഇപ്പൊ ഒരു ഫീലിങ്സ് ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇമോഷൻസ് ഓറിയന്റഡ് ആയിട്ടാണ് ലൈഫ് മുന്നോട്ടേക്ക് ഓറിയന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. തീർച്ചയായും ശ്രീമതി കല, ഇപ്പം നമ്മുടെ സൊസൈറ്റി കൊടുക്കുന്ന ഒരു സൗന്ദര്യ സങ്കല്പമുണ്ട്. അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ അവിടെ ബോഡി ഷെയ്മിങ് തുടങ്ങും. അപ്പം സാറ് പറഞ്ഞ പോലെ നമ്മുടെ കപ്പാസിറ്റിയാണ് കൂട്ടേണ്ടത്, നമ്മളാണ് പ്രിപ്പയർ ആയി ഇരിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇത്തരം ബോഡി ഷെയ്മിങ് കമന്റുകളൊക്കെ അതിജീവിച്ച് വന്ന ഒരാൾ കൂടിയാണ്, ഇപ്പോഴും അതിനെതിരെ പൊരുതുന്ന ഒരാൾ കൂടിയാണ്. എന്താണ് ഇത്തരത്തിൽ കമന്റുകൾ നേരിടുന്നവർക്ക് കൊടുക്കാനുള്ള ഒരു ടിപ്പ്? നിങ്ങൾ സ്വയം ഇങ്ങനെ ബോൾഡായി നിങ്ങൾ കുറേ കാര്യങ്ങള് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊക്കെ എന്തെങ്കിലും പോസ്റ്റിടുമ്പോഴൊക്കെ ആണെങ്കിൽ ഈ തടി എന്ന് പറഞ്ഞ ഒരു സംഭവത്തിനായിരുന്നു ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്റെ തടിയുമായിട്ട് ഞാൻ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു, എനിക്കതൊരു വലിയ വിഷയമാകുന്നില്ല. പക്ഷെ ഞാൻ ആ ഒരു ലെവലിലോട്ട് എത്തുന്ന വരെ ഉള്ളൊരു സംഭവം, അത് മറ്റു പല കാര്യങ്ങളുണ്ട് എനിക്ക് ചിന്തിക്കാൻ. എന്റെ ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങളല്ല. അപ്പൊ അതുപോലെ ഒരു ഇതിൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലോട്ട് ഫോക്കസ് ചെയ്ത് നമ്മളെ നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലോട്ട് ഫോക്കസ് ചെയ്ത് നമ്മളെ ഡെവലപ്പ് ആക്കി കൊണ്ടുവരണം. പക്ഷെ അതിനകത്ത് തന്നെ പറ്റില്ല, മനുഷ്യരെല്ലാം ഒരുപോലെയാണ്, ആണ് പെണ്ണെന്ന് വ്യത്യാസമൊന്നും ഇല്ല. മനസ്സിനെ മുറിവേൽപ്പിച്ചാൽ ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും സങ്കടം വരും. പക്ഷെ സ്ത്രീകൾക്ക് കൂടുതലായിരിക്കും. ബോഡി ഷെയ്മിങ് എന്നൊക്കെ പറയുന്നത് ആണിനും പെണ്ണിനും വിഷമം വരും, പക്ഷെ സ്ത്രീകൾക്ക് കൂടുതലായിരിക്കും.
പെൺകുട്ടികൾക്ക് കൂടുതലായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തടി എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ ഈ ഒരു പ്രശ്നം പോലെ തന്നെ പെൺകുട്ടികൾ, ഞാൻ 10-24 വർഷം ടീനേജ് കുട്ടികളെ കൈകാര്യം ചെയ്ത ഒരാളാണ്. ഈ തടിയേക്കാളും അതുപോലെ തന്നെ അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രശ്നമുള്ള ഒരു സംഭവമാണ് ബോഡി ഡെവലപ്മെന്റ് ഇല്ലാത്ത പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്നത്. കൂട്ടത്തിലുള്ള പെൺകുട്ടികൾ ശരീരം വളർച്ചയില്ലെങ്കിൽ അവർ പേരിടുന്നത് NH47 എന്നാണ്. ആ ഒരു ഇതുമായിട്ട് എത്രയോ കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, എത്ര കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആൺകുട്ടികളുടെ കേസും ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് കേസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒക്കെ നമ്മള് അവരുടെ കരയണായി ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, ഇപ്പൊ നിങ്ങൾ പഠിക്കുക കേട്ടോ, ഇപ്പൊ പഠിത്തമാണ് മുഖ്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരപ്പ അനുഭവിക്കുന്നത് അത് വലിയ തീവ്രമായ പെയിൻ തന്നെയാണ്. അപ്പൊ അവരെടുത്ത് അവർ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പതുക്കെ അവരെ പല ആക്ടിവിറ്റീസിലോട്ടും അവരുടെ ഉള്ളിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്താ എന്ന് കണ്ടുപിടിച്ച് അതിലോട്ട് ഫോക്കസ് ചെയ്യിപ്പിച്ച് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഡയറ്റ്, ഇങ്ങനെ പല ഒരു പ്രക്രിയ ആണ് അത് അവരെ ഡെവലപ്പ് കൊണ്ടുവരാന്നുള്ളത്. മുതിർന്നവർ അങ്ങനെ വരുമ്പോൾ പറഞ്ഞു കൊടുക്കാതെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ പലതും ചെയ്ത് വരുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ രൂപം മെച്ചപ്പെടുത്തണം എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ അതിന് ശ്രമിക്കുക, അല്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ. പക്ഷെ അത് എത്താൻ ഒരു തലമുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഈ കുട്ടികളില് ആയാലും ഇപ്പൊ 20s ഒക്കെ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, അവര് കുഞ്ഞുങ്ങളാണ്, അവരെ വ്യക്തികൾ എന്ന് പോലും പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ 20s എന്നൊക്കെ പറയുന്നത് വളരെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. അപ്പൊ അവർക്ക് ആ ബോഡി ഷേമിങ്, ഇപ്പൊ കറുപ്പാണ് അല്ലെങ്കിൽ അങ്ങനെ എന്നൊക്കെ പറയുന്നത് അവരുടെ വലിയ കാര്യം തന്നെയാണ്. അത് നമ്മൾ ഇപ്പൊ പഠിക്കേണ്ട സമയം. ഇപ്പൊ ഇതിലൊന്നും കാര്യം അതിന് കറുത്ത എന്താ വെളുത്ത എന്താ എല്ലാം നിറവല്ലേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ വിവാഹത്തിലോട്ട് കടക്കുമ്പോഴാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോഴാണെങ്കിലും കറുപ്പാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന പെൺകുട്ടികളെ സംബന്ധിച്ചോളം വലിയ എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വിവാഹത്തിലോട്ട് കടക്കുമ്പോഴത്തേക്ക് നിറം ഒരു ഘടകമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പോഴും സമൂഹത്തില്. ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. ആണിനെ അത് അത്രയും ബാധിക്കുന്നില്ല. തീർച്ചയായും. ശ്രീ നിതിൻ, ഈ താരത്തിന്റെ വിവാഹ ഫോട്ടോക്ക് പിന്നാലെ ഈ ബോഡി ഷെയ്മിങ് കമന്റുകൾ വരുന്നത് പോലെ തന്നെ മറ്റൊരു കാര്യമാണ്, പയ്യന്റെ പണം കണ്ടിട്ടാണ് വിവാഹത്തിന് സമ്മതിച്ചതെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ വിദേശത്ത് സെറ്റിൽ ആയതുകൊണ്ടാണ് വിവാഹത്തിന് സമ്മതിച്ചത്, ഇവർ 1 കൊല്ലം കഴിഞ്ഞാൽ ഡിവോഴ്സ് ആവും, 5 കൊല്ലം കഴിഞ്ഞാൽ ഡിവോഴ്സ് ആവും, ഇത്തരം കമന്റുകൾ ഒരുപാടുണ്ട്. അപ്പോൾ എന്തിനെ അങ്ങ് ജഡ്ജ് ചെയ്യാണ് മലയാളി മാത്രമല്ല, ഒരുപാട് കമന്റ്സ് ഉണ്ട്, എന്നാലും മലയാളികൾ കുറച്ച് കൂടുതലുണ്ടെന്നാണ് കമന്റുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ എന്തിനേയും അങ്ങ് ജഡ്ജ് ചെയ്യാണ്. ഇത്തരത്തിൽ ഈ ബോഡി ഷെയ്മിങ് പോലെ തന്നെ എന്ത് കണ്ടാലും കയറി അഭിപ്രായം പറയുന്ന, ജഡ്ജ് ചെയ്യുന്ന ഈ മലയാളി മനോഭാവത്തെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? അതെനിക്ക് തോന്നുന്നു കുറച്ച് കൾച്ചറലി ഇന്റഗ്രേറ്റഡ് ആണെന്ന് തോന്നുന്നു. ട്രഡീഷണലി ഇപ്പോ നമ്മുടെ നൈബേഴ്സിന്റെ കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങളാണെങ്കിലും അവർക്ക് പറയാനോ അല്ലെങ്കിൽ പറയാതിരിക്കാനോ ഉള്ള താല്പര്യം നമ്മൾ ജനറലി ആ ഒരു ഡിഗ്നിറ്റി റെസ്പെക്ട് ചെയ്യാറില്ല. ഇപ്പോ നമ്മളൊരു മറ്റുള്ളവരുടെ കാര്യത്തിനകത്തേക്ക് കൂടുതലായിട്ട് ഇടപെടാം, ഇപ്പൊ ഒരു സജഷൻസ് പറയാം അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ പറയാം, അതിനൊന്നും തെറ്റില്ല. പക്ഷെ മറ്റു ആൾക്കാരുടെ കാര്യത്തിനകത്തേക്ക് കൂടുതലായിട്ട് കയറി ഇടപെടുക എന്നുള്ളത് ഒരു കൾച്ചറലി ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആയിട്ടാണ് എനിക്ക് പലപ്പോഴും കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. മറ്റൊരാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ആ വ്യക്തിയുടെ മേൽ ഒരു അധീശത്വം കാണിക്കുക, അല്ലെങ്കിൽ ഒരു പവർ കാണിക്കുക, അല്ലെങ്കിൽ ഒരു കൺട്രോളിങ് അതോറിറ്റി കാണിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൾച്ചറിൽ വളരെ പ്രിഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പൊ അത് എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് വെച്ചാൽ, ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പല ഫാക്ടേഴ്സ് അതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവാം, അത്തരത്തിലുള്ള കമന്റുകളായിരിക്കാം വരുന്നത്. ഇപ്പൊ എപ്പോഴും ഈ കമന്റുകൾ പറയുന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക് പോകാൻ അനുവദിക്കാതെ നമ്മുടെ ബ്രെയിനിലേക്ക് പോകാൻ അനുവദിക്കുകയും റാഷണലി അതിനെ സെപ്പറേറ്റ് ചെയ്യുകയും കളയേണ്ട കാര്യങ്ങളെ കളഞ്ഞിട്ട് ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുക എന്നുള്ളതാണ്. ഇപ്പോ റീസെന്റ് ആയിട്ട് നമ്മുടെ ഒരു സോഷ്യൽ ചേഞ്ചസ് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന, അഡീഷണലി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഈ ഇപ്പം ഏർലി യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടീനേജ് ആയിട്ടുള്ള ആൾക്കാർ വളരെ സെൻസിറ്റീവ് ആയിട്ടാണ് കാണുന്നത്. അതൊരു വലിയ പ്രോബ്ലം ആണ്. അത് നമ്മുടെ നാട്ടിൽ ചേഞ്ച് ചെയ്ത് വരുന്ന ഒരു പാരന്റിങ് സ്റ്റൈലിൽ വന്നിരിക്കുന്ന മാറ്റം ആയിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കുട്ടികളെയൊക്കെ തന്നെ വളരെ പാമ്പർ ചെയ്ത് വളരെ സേഫ് ഹെവനായിട്ട് കംഫേർട്ട് സോണായിട്ട് ഒരു തരത്തിൽ ഒരു പൊടി പോലും കാലിൽ പറ്റാത്ത രീതിയിലാണ് പല കുട്ടികളെയും നമ്മുടെ നാട്ടിൽ വളർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങനെ വളർത്തിക്കൊണ്ട് വരുമ്പോ അവര് 12 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 15 വയസ്സ് കഴിയുമ്പോൾ ഈ ലോകത്ത് ജീവിക്കാൻ ഫിറ്റ് അല്ലാതായി മാറുകയാണ്. അത് വലിയ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ്. അവര് ഇത്തരത്തിലുള്ളൊരു സൊസൈറ്റിയിലേക്ക്, ഇപ്പൊ നമുക്കറിയാം ഒരു ഈവിൾ ബൈ നേച്ചർ ആയിട്ടുള്ള ആൾക്കാർ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ
സൈക്കോപാത്ത് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഒരിക്കലും ഒരു പോപ്പുലേഷനിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒരു ഫാക്റ്റ് ആണ്, റിയാലിറ്റിയാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ എല്ലാ കാലത്തും എല്ലാ സൊസൈറ്റിയിലും ഒരു നിശ്ചിത ശതമാനം ആൾക്കാരുണ്ടാവും. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, കുട്ടികള് കുഞ്ഞു പ്രായത്തിൽ വളർന്നു വരുമ്പോൾ തന്നെ ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാപ്തി, ലൈഫിലെ ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ പാരന്റ്സ് ആകെ ശ്രദ്ധിക്കുന്നത് എത്രത്തോളം അക്കാഡമിക് അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും, എത്രത്തോളം വലിയ കോഴ്സുകളിലേക്ക് പോകാൻ പറ്റും, എത്രത്തോളം വലിയ കരിയറിലേക്ക് പോകാൻ പറ്റും, അതുവഴി എത്രത്തോളം അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് എലിവേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് അവരുടെ ലൈഫ് ഓറിയന്റ് ചെയ്ത് പോകുന്നത്. അതൊരിക്കലും നമ്മുടെ സൊസൈറ്റിയെ ഒരു ഹെൽപ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറെ കൂടെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് എത്തിക്കില്ല എന്നുള്ളത് റിയാലിറ്റിയാണ്. അപ്പോൾ തീർച്ചയായും ശ്രീമതി കല, ശ്രീമതി കല, ഈ താരത്തിന്റെ വിവാഹ വീഡിയോക്ക് താഴെ ഫേസ്ബുക്കിൽ വന്ന ഒരു കമന്റ് ആണ്, വെറുതെ അമ്മാവന്മാർക്ക് ഒരു മാറ്റവും ഇല്ല, വെറുതെ അല്ല പിള്ളേർ മൊത്തം ഇൻസ്റ്റയിൽ പോകുന്നത്, ഫുള്ള് നെഗറ്റീവാണ്, 40-ന് മുകളിൽ പ്രായമുള്ളവർക്കാണ് കൂടുതൽ പ്രശ്നം. ഇത് ഒരു കമന്റ് അല്ല, ഇത്തരത്തിൽ ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടു. 40 വയസ്സിന് മുകളിൽ ഉള്ളവർക്കാണ് കൂടുതൽ പ്രശ്നം. ഈ ഒരു കാര്യം എപ്പോഴേലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെന്താണെന്നറിയാമോ, ഈ കൂടുതലും നമ്മുടെ സമൂഹത്തിൽ കൂടുതലും ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്ന ആളുകളാണ്, പലതരത്തിലുള്ള ഫ്രസ്ട്രേഷനാണ്. ഇപ്പം സെലിബ്രിറ്റികളുടെ കാര്യം തന്നെ എടുക്കുവാണെങ്കിൽ നമുക്കറിയില്ല അവരുടെയൊക്കെ ഉള്ളിലെ സങ്കടം ഉണ്ടോ, അവരുടെ ലൈഫ് ശരിക്കും നമുക്കറിയില്ല. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ അവരൊക്കെ ഭയങ്കര ഗ്ലാമറസ് ആണ്, അവർ അടിപൊളിയായിട്ട് നിൽക്കുന്നു. അപ്പൊ ഈ പറഞ്ഞ ബോഡി അവരുടെ വേറൊന്നും ആയിരിക്കില്ല. നമുക്ക് എന്തൊക്കെയോ ആവണമെന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ള പലതും നടക്കുന്നില്ല, അത് അവർക്ക് ഉണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്കില്ലാത്തൊരു സാധനം അവർക്കുള്ളപ്പം വരുന്ന ഒരു ഇതുണ്ട്, അതിനെ പച്ചയ്ക്ക് അസൂയ എന്നൊക്കെ പറയാം. പക്ഷെ അതിനെ കൺവേർട്ട് ചെയ്ത് എടുത്തിടുന്നത് ഇങ്ങനെ ആവും എന്നുള്ളതേ ഉള്ളൂ. അത് അവരുടെ ഫ്രസ്ട്രേഷനാണ്, ആ ഫ്രസ്ട്രേഷനാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ചും ഏത് സെലിബ്രിറ്റിയുടെ അടുത്ത് നോക്കിയാലും ഉണ്ട്. അല്ല, ഈ 40 വയസ്സിന് മുകളിലുള്ളവർക്കാണ് കൂടുതൽ പ്രശ്നം എന്നാണ്. അതെ, കാണുന്ന വെച്ചാല് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പലതിലോട്ട് നമ്മുടെ ചിന്ത പോകുന്നു. നമ്മള് ഇപ്പം കുട്ടികൾക്കാണെങ്കിൽ അവരുടെ ലൈഫും ഒക്കെ വേറൊരു ലെവലിലാണ്, അവർ സെൻസിറ്റീവ് ആണ്. തീർച്ചയായും നമ്മളെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്, നമുക്ക് ചർച്ച അവസാനിപ്പിക്കണം. എന്തായാലും ഇത്തരം ബോഡി ഷേമിംഗ് തമാശകൾ ഒരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ ജീവിതം എന്താണെന്ന്, നമ്മൾ എന്താണെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശം നമുക്ക് മാത്രമാണ്. ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് നന്ദി.